السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളുടെ ഭാഗമായി ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന പ്രാധാന്യമർഹിക്കുന്ന ദിക്റുകളും പ്രാർത്ഥനകളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥനയുടെ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഉമ്മയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പത്നിയായ ഹഫ്സ ബീവിയിൽ നിന്നുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. ബറാ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അറാദ അൻ യനാമ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പതിവായിരുന്നു അവിടുന്ന് ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ വദഅ യദഹു തഹ്ത ഖദ്ദിഹിൽ ഐമൻ, അവിടുത്തെ കൈപ്പത്തി, വദഅ യദഹു തൻ്റെ കൈപ്പത്തി വെക്കും, തഹ്ത ഖദ്ദിഹിൽ ഐമൻ വലത്തെ കവിളിന് താഴെ, വലത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണമല്ലോ, അപ്പം കൈപ്പത്തി ഇങ്ങനെ ഈ ഭാഗത്ത് വെക്കുക. വയഖൂലു, എന്നിട്ട് ഇപ്രകാരം പറയും, അല്ലാഹുമ്മ ഖിനി അദാബക് യൗമ തബ്അസു ഇബാദക്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഖിനി അദാബക്, നിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളണേ, നിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളണേ. ഏത് ശിക്ഷ? യൗമ തബ്അസു, നീ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ, ഇബാദക, നിന്റെ അടിമകളെ, ആസകലം നിന്റെ മുഴുവൻ ജനതയെയും നിന്റെ മുഴുവൻ അടിമകളെയും ഈ പരലോകത്ത് മഹ്ശറിലേക്ക് വീണ്ടും കൊണ്ടുവരുമല്ലോ, ആ നാളിൽ നിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളണേ. ഇതാണ് ആ പ്രാർത്ഥന. ഹഫ്സ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിലും നമുക്ക് ഇപ്രകാരം കാണാം, കാന ഇദാ അറാദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അറാദ അൻ യർഖുദ, അവിടുന്ന് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന വേളയിൽ വദഅ യദഹുൽ യുംന, വലത്തെ കൈപ്പത്തി, തഹ്ത ഖദ്ദിഹി, കവിളിന് താഴെ വെച്ചുകൊടുത്ത് ഇപ്രകാരം പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക. അതിൽ സലാസ മിറാരിൻ, 3 തവണ എന്ന് കൂടി കാണാൻ സാധിക്കും. ആ 3 തവണ എന്നുള്ളത് എത്രത്തോളം പ്രബലതയുണ്ട്, അതിൽ ളുഅഫുണ്ടോ, ദുർബലതയുണ്ടോ എന്നൊക്കെ പണ്ഡിത ലോകത്ത് ചർച്ചകളുണ്ട്. ഏതായിരുന്നാലും ആ വിഷയത്തിൽ നമ്മൾ 3 തവണ തന്നെ പറയുവാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അങ്ങേയറ്റത്തെ ഒരു കഠിനമായ ഒരു ദുർബലതയൊന്നും അതിനില്ല എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈ പ്രാർത്ഥന, ഹഫ്സ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഈ പ്രാർത്ഥനയിൽ നമുക്ക് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അബൂദാവൂദാണ്. മറ്റേത് ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദ് എന്ന അവിടുത്തെ മറ്റൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിലാണ് ആദ്യം പറഞ്ഞ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. എന്താണതിൽ വിഷയം? അല്ലാഹുവേ, നാളെ മഹ്ശറിൽ നടക്കാൻ പോകുന്ന ശിക്ഷകൾ അതികഠിനമാണല്ലോ, വളരെ ഗുരുതരവും ഗൗരവവുമാണല്ലോ. ആ നാളിൽ നിന്റെ അടിമകളെ നീ ഒരുമിച്ച് കൂട്ടുന്ന, നിന്റെ അടിമകളെ നീ തബ്അസു, ബഅസ എന്ന് പറഞ്ഞാൽ എന്താ? ഉയർത്തെഴുന്നേൽപ്പിച്ചു. എല്ലാവരും ഖബറിന്ന് മഹ്ശറിലേക്ക് പോകുമല്ലോ, അവിടെയല്ലേ വിചാരണ നടക്കുന്നത്, അവിടെയല്ലേ അതിഗംഭീരമായ, എല്ലാ കാലവും നീണ്ടു നിൽക്കുന്ന, ഒരിക്കലും ഒരാൾക്കും സഹിക്കാനാവാത്ത ശിക്ഷ നടക്കുന്നത്. റബ്ബേ, നിന്റെ അടിമകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ, പരലോക നാളിൽ നിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളണമേ എന്ന് അതിൻ്റെ അർത്ഥവും പരലോക ശിക്ഷയുടെ ഗൗരവമൊക്കെ മനസ്സിൽ വെച്ച് അതൊക്കെ ഭയത്തോടുകൂടി അതിൻ്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് ഇതും നമുക്ക് പറയാവുന്നതാണ്. ചെറിയൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക. എല്ലാവരും പറയുവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.